പ്രൊഫസറും ശതാബ്ദി ആഘോഷത്തിന്റെ ഫിനാൻസ് കമ്മിറ്റി കൺവീനറുമായ ശ്രീ മാത്യു പൈമ്പാലിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പുറത്തുനിന്നുള്ള എല്ലാവരും പോയി. അപ്പോൾ 10,000 കുരുന്നുകൾക്ക് 10,000 വെച്ചുള്ള കുരുന്നുകൾക്ക് ആദ്യാക്ഷരങ്ങൾ പറഞ്ഞുകൊടുത്ത് ശരിയും തെറ്റും പറഞ്ഞുകൊടുത്ത് നന്മയും തിന്മയും ചൂണ്ടിക്കാട്ടി ശിശുക്കളുടെ കൈപിടിച്ച് അറിവിന്റെ ലോകത്തിലേക്ക് കടത്തിവിട്ട ഈ സരസ്വതി ക്ഷേത്രം 100 വയസ്സ് തികയുന്ന ഈ സുദിനത്തിൽ മക്കളായ നമുക്ക് എന്ത് ചെയ്യാൻ കരണീയമായിട്ടുള്ളത് എന്ത്? ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പലരും ഇവിടെ കണ്ട നമ്മുടെ സ്കൂളിന്റെ നേട്ടമായി കാണുന്നതിൽ നിന്ന് വിഭിന്നമായ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഞാനിവിടെ നമ്മൾ സ്വരൂപിച്ചു കൂട്ടിയ സമ്പത്തോ ഒന്നും ഒരു സമ്പത്തായിട്ട് കാണുന്നില്ല. മറിച്ച് കാരണം പലർക്കും പല കാഴ്ചപ്പാടാണ്. ഒരു മരവ്യാപാരി അല്ലെങ്കിൽ തടി വ്യാപാരി, തടിക്കച്ചവടക്കാരൻ ഒരു മരത്തിന് വിലയിടുന്നത് അതിന്റെ തായ്തടിക്ക് കിട്ടുന്ന അത് എത്ര കുബിക്കടിയാണ്, ആ കുബിക്കടിക്കിലെ കമ്പോള വില മാത്രമാണ് കാണുക. തടിയുടെ വില അല്ലെങ്കിൽ ഒരു മരത്തിന്റെ വില അതല്ല എന്ന് ഈ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കെല്ലാം അറിയാം. കാരണം ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ആവശ്യമായി വരുന്ന പ്രാണവായു ഈ മരമാണ് നൽകുന്നത്. അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഇന്ന് നമ്മൾ പരിതപിക്കുന്ന ആഗോളതാപനം ഉണ്ടാക്കുന്ന കാർബൺ ഡയോക്സൈഡ് ആഗീകരണം ചെയ്ത് ഭക്ഷ്യവസ്തുവായി നമുക്ക് നൽകുന്നു. നിരവധി ജീവജാലങ്ങൾക്ക് ആവാസ സ്ഥലമായി അത് മാറുന്നു. തണൽ നമുക്കേകുന്നു, മണ്ണൊലിപ്പ് തടയുന്നു, മൊത്തത്തിൽ സുഖശീതളമായ ഒരു കാലാവസ്ഥ പ്രദാനം ചെയ്യുന്നു. പക്ഷെ ഒരു തടി വ്യാപാരിക്ക് ഇതൊന്നും കാണുവാൻ പറ്റില്ല, സമ്പത്ത് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഞാൻ ഈ സ്കൂൾ നൽകിയ അല്ലെങ്കിൽ ഈ സ്കൂളിന്റെ നന്മകൾ ഞാൻ കാണുന്നത് ഈ പ്രദേശത്തിന് നൽകിയ നന്മകളിൽ ഏറ്റവും പരമപ്രധാനമായത് വളരെ ലളിതമായ കാര്യങ്ങളാണ്. കാരണം ഒരു എലിമെന്ററി സ്കൂൾ ഒരു പ്രൊഫഷണൽ സ്ഥാപനവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുവാൻ പാടില്ല, അല്ലെങ്കിൽ പറ്റില്ല. എലിമെന്ററി സ്കൂളിൽ ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ ആ കുഞ്ഞിനെ കൈപിടിച്ച് നന്മതിന്മകൾ വേർതിരിച്ചു കൊടുക്കുക, അവന്റെ കൈപിടിച്ച് അവനെ സ്വയം നടക്കുവാൻ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത്തരത്തിൽ ഈ സ്കൂള് 100% വിജയമായിരുന്നു എന്ന് ഒരു പൂർവ്വ വിദ്യാർത്ഥിയായ എനിക്ക് പറയുവാനായിട്ട് പറ്റും. നമ്മുടെ ഈ സരസ്വതി ക്ഷേത്രമാണ് എന്നുള്ളതിന് 2 തർക്കമില്ല. കാരണം പള്ളിയുടെ നേതൃത്വത്തിലാണെങ്കിലും എല്ലാ മതവിഭാഗങ്ങളുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ സ്കൂൾ സ്ഥാപിച്ചതും. 1990-കൾ വരെ ക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഈ സ്കൂൾ മതിയായിരുന്നു. ഇംഗ്ലീഷ് മീഡിയം എന്നൊക്കെ പറഞ്ഞ് മാറുവാനായിട്ട് തോന്നുന്നു. ആരെയും കുറ്റം പറയാനല്ല ഞാനിവിടെ നിൽക്കുക. അതൊക്കെ കാലത്തിന്റെ ഒരു മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, 10ഓളം പ്രാസംഗികർ എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടക്കേണ്ടതുണ്ട്. ആയതിനാൽ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. എങ്കിലും എനിക്ക് മുമ്പ് സംസാരിച്ച തമ്പിസാറ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തമ്പിസാർ പറഞ്ഞ ആശയം, ആ ആശയത്തിൽ അടിയുറച്ചാണ് എൻ്റെയും വിശ്വാസം. തമ്പിസാർ പറഞ്ഞ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് വരും നാളുകളിൽ നമുക്ക് പൂർണ്ണമായി ഈ ശതാബ്ദിയുടെ, 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ശതാബ്ദിയുടെ ആഘോഷം വളരെ ഭംഗിയാക്കി മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതിന് നിങ്ങളുടെ എല്ലാവിധ സഹായവും സഹകരണവും വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഫാദർ അലക്സ് ചെട്ടിയാത്തിനെ എൻഡോവ്മെന്റ് വിതരണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
സദസ്സിന് നമസ്കാരം. അവസാനത്തെ ചടങ്ങാണിത്. ഏതായാലും ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ ഇത്രയും നാൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കാനായിട്ട് സാധിച്ചതിൽ വലിയ സന്തോഷം. 83 വയസ്സ് കഴിഞ്ഞു. അടുത്ത മാസം 84 ഈ സ്കൂളിലെ ഹെഡ്മാസ്റ്ററുടെ ആ മുറിയിലാണ് കൊശപ്പള്ളിയിലെ കുഞ്ഞാറിയ സാറ് എന്നെ പഠിപ്പിച്ചത്. പിന്നെ കല്ലട അന്നാച്ചി സാറ് കുറുമുള്ളൂർ കെട്ടിച്ച് അന്നാച്ചി സാറ് മരിച്ചപ്പോൾ ഞാനവിടെ പോയി ഓഫീസൊക്കെ ചെല്ലി പ്രസംഗമൊക്കെ പറഞ്ഞതാണ്. കുഞ്ഞാറിയത്തിൻ്റെ ശപാടക്കിലും ഞാൻ പ്രസംഗിച്ച് ഓഫീസൊക്കെ ചെല്ലിയതാണ്. അങ്ങനെ ശങ്കരപിള്ള സാറായിരുന്നു ഞാൻ ഇവിടെ ചേർന്നപ്പോൾ ഇവിടെ ഹെഡ്മാസ്റ്ററായിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സ്കൂളിൻ്റെ ഏത് നല്ല കാര്യത്തിനും ആദ്യമായിട്ട് എപ്പോഴും എന്തും സംഭാവന ചെയ്യാനായിട്ട് എല്ലാ അവസരത്തിലും ഞാൻ തയ്യാറായിട്ടുണ്ട്. അത് അന്തോനിയാമ്മ ഈ മഠത്തിൽ ആദ്യമായിരുന്നപ്പം മഠത്തിന് 15,000 രൂപ കൊടുത്ത് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങനെ അങ്ങ് നീണ്ടുപോവുക. ഇപ്പോഴും എന്നാ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായിട്ട് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും എന്തും ചെയ്യാനായിട്ട് ഞാൻ എല്ലായ്പ്പോഴും സന്നദ്ധരായിട്ടുണ്ട്. ഈ നമ്മുടെ ഈ നാട് നന്നാകാനായിട്ട് റോമിലായിരുന്നപ്പോൾ ഏറ്റവും സമൂഹത്തിന് വേണ്ടി പിള്ളേർക്ക് എല്ലാം ഉപകാരപ്രദമായിട്ടുള്ള ഒരു റേഡിയോ ആണ് സ്കൂളിൽ മേടിച്ചു കൊടുത്തത്, ഫാനും ഇട്ട്. അപ്പോൾ എല്ലാവർക്കും പൊതുവായിട്ട് അത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതുകൊണ്ട് അങ്ങനെ സ്കൂളിൻ്റെ കാര്യത്തിലും പള്ളിയുടെ കാര്യത്തിലും എല്ലാം പ്രത്യേകം താല്പര്യമെടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അവിടെയുള്ള കാഴ്ചകളും ദൃശ്യങ്ങളും എല്ലാം ഈ പള്ളിയുടെ ഭിത്തിയേൽ പള്ളിമുറി ഇരുന്നുകൊണ്ട് പ്രൊജക്ടർ കാണിച്ച് അമേരിക്കയിലെ ദൃശ്യങ്ങളെല്ലാം ഇവിടെ പിള്ളേർക്ക് എല്ലാം സുപരിചിതമാണ്. ഇവിടെ അമേരിക്കയിൽ പോയിട്ടുള്ള ആളുകൾക്കെല്ലാം ഞാനാണ് ഏറ്റവും ആദ്യം ഇവിടുന്ന് പോയത് അമേരിക്കയ്ക്ക്, ഈ ഇടവകയിൽ നിന്ന്. ഈ സ്കൂളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിപ്പോയത് ജയിച്ചതും ഞാനാണ്. 3 നിലയിൽ സ്കൂൾ കെട്ടിടം പണിയാനായിട്ട് തീരുമാനിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ 15ഓളം പേര് ഏകദേശം 75 ലക്ഷം രൂപ നമുക്ക് വാഗ്ദാനം ലഭിക്കുകയുണ്ടായി. അത് ഇന്ന് ഈ വേദിയിൽ നടക്കേണ്ടതായിരുന്നു. നമുക്ക് നടത്തുവാൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായി. എങ്കിലും അതിൻ്റെ നിങ്ങളുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായും അത് തള്ളിക്കളയുവാൻ ഞങ്ങൾക്ക് ഫിനാൻസ് കമ്മിറ്റിക്ക് മനസ്സ് വരാത്തത് കൊണ്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടും ടോക്കണായിട്ട് ഒരാളിൽ നിന്ന് നമ്മൾ അത് സ്വീകരിക്കുന്നു. 5 ലക്ഷം രൂപ ഒരു ക്ലാസ് മുറിക്കായി സ്പോൺസർ ചെയ്തത് നമ്മുടെ ഇടവകയിലെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ തൈത്തറപ്പയിൽ ശ്രീ ടോമിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പേരിൽ ഒരു സ്കൂൾ മുറി പണിയുവാനായിട്ട് നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ടായി. അതിൻ്റെ ചെക്ക് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവറാച്ചനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവറാച്ചൻ ആ ചെക്ക് നമ്മുടെ ഇടവകയിലെ ഏറ്റവും മുതിർന്ന വൈദികനും BCM കോളേജിൽ ദീർഘകാലം പ്രൊഫസറായിരുന്ന ആളും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ്റെ കഴിവുകൾ കൊണ്ട് മാത്രം ഈ ഓരോ മേഖലകളും വെട്ടിപ്പിടിക്കുകയും ചെയ്തിട്ടുള്ള ഈ സ്കൂളിനെ മാത്രമല്ല നമ്മളുടെ ഇടവകയും അങ്ങേയറ്റം സ്നേഹിക്കുകയും എല്ലാ നല്ല കാര്യങ്ങൾക്കും സഹകരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ചെട്ടിയാത്ത അലക്സ് അച്ഛൻ സ്വീകരിക്കുകയും അച്ഛൻ സ്വീകരിക്കുക വഴി ഈ ഫണ്ട് ഉത്തരവാദിത്വം, അതായത് നമ്മൾ കൂടുന്ന ഇത് നിറഞ്ഞ് കവിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ചെക്ക് നൽകുവാനായിട്ട് അവറാച്ചനെ ക്ഷണിക്കുകയും സ്വീകരിക്കുവാനായിട്ട് കമ്മിറ്റിക്ക് വേണ്ടി സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട അലക്സ് അച്ഛനെ ക്ഷണിക്കുകയും ചെയ്തു.
ജീതു തോമസ്. ശ്രീമതി MJ മേരി പാലനിൽക്കുമുറിയിൽ എൻഡോമെന്റ്, ഏഞ്ചൽ മരിയ തോമസ് ആൻഡ് ഗീതു ജോസഫ്. കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പെട്ടെന്ന് കയറി. ആൻ മരിയ PT ആൻഡ് ജോസ്മി മേരി ജോർജ്. PJ എലി മൈലപ്പറമ്പിൽ സ്കോളർഷിപ്പ്, ബോവസ് M ബിനു. Reverend Father Jacob Maplet Scholar, ശ്രീമതി ഏലിക്കുട്ടി മാത്യു കോട്ടൂർ എൻഡോമെന്റ്, ക്രിസ്റ്റോ സിബി. മിസ്റ്റർ എസ്തപ്പാൻ തേക്കുനിൽക്കുന്നതിൽ മെമ്മോറിയൽ എൻഡോമെന്റ്, ടിനുമോൾ തോമസ്, അമല മരിയ തോമസ് ആൻഡ് ക്രിസ്റ്റീന ആൻഡ് മാത്യു. ശ്രീ VJ തോമസ് വള്ളിത്തോട്ടത്തിൽ സ്കോളർഷിപ്പ്, ക്രിസ്റ്റീന ആൻഡ് മാത്യു. Full attendance: Aishwarya Jason, Arjun M Ajain, Abhishek MR, Melvin Matthews, Felix Jason, Sona Sanil, Christo Sibi, Blessy Babu and Simna Syriac. നേടിയ ജാക്സൺ ബിജുവിനെ സമ്മാനം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഈ വർഷത്തെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നല്ല മികവ് കാഴ്ചവെച്ച് ഈ അധ്യയന വർഷത്തെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആൻമേരിയ PT. ഈ വർഷത്തെ കലാകായിക മത്സരങ്ങളിൽ 4 ഹൗസുകളിൽ നിന്ന് 192 പോയിന്റ് നേടി ലില്ലി ഹൗസ് 2ാം സ്ഥാനത്തും 196 പോയിന്റ് നേടി ലോട്ടസ് ഹൗസ് 1ാം സ്ഥാനത്തും എത്തിയിരിക്കുന്നു. ലോട്ടസ് ഹൗസിൻ്റെ ക്യാപ്റ്റന്മാരെ ട്രോഫി സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി പൂർവ്വ വിദ്യാർത്ഥിയും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായ ശ്രീ ജെയിംസ് ജോസഫ് എറുകാട്ടിനെ കൃതജ്ഞതയർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമ്മുടെ ഇടവകയുടെ വളരെ സാന്നിധ്യമായിരിക്കുന്ന പ്രിയപ്പെട്ട ചെട്ടിയാപ്പച്ച ശതാബ്ദിയുടെ മറവിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട വിദ്യാലയത്തിന്റെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ദീപ്തി, PTA പ്രസിഡന്റും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ബൈജു വള്ളോക്കുള്ളി, ഈ സ്കൂളിലെ പൂർവ്വ അധ്യാപകര്, ഇപ്പോഴത്തെ അധ്യാപകര്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എന്നേപ്പോലുള്ള പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ സ്കൂളിലെ ഇപ്പോഴത്തെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഒരുപിടി ഗതകാല സ്മരണകൾ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നഷ്ടബോധത്തിന്റെ
നഷ്ടപ്പെട്ട ചില ബന്ധങ്ങളുടെയെല്ലാം നേരിയ വേദന ഹൃദയത്തിൽ